എന്റെ ദൈവമേ, പപ്പയുടെ നിരപരാധിത്വം തെളിയിക്കണേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. അപ്പോഴേക്കും പിടങ്ങിയോ എന്റെ പപ്പ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നോടിയാർ, തമാശയ്ക്ക് പോലും കള്ളം പറയരുത്. തമാശയ്ക്ക് കള്ളം പറഞ്ഞു തുടങ്ങിയ പിന്നെ അതൊരു ശീലമായി മാറും. ഡാഡ്, ആർ യു സീരിയസ്? യെസ്, ഐ എം സോ സീരിയസ്. കാരണം ദൈവം സത്യമാണ്. ആ സത്യമാണ് നമ്മളെല്ലാവരെയും സ്വതന്ത്രരാക്കുന്നത്. മറിച്ച് ചെകുത്താൻ കള്ളനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു പഠിപ്പിച്ചതാണ്. മഹാത്മാഗാന്ധി സത്യത്തെ ദൈവവുമായി വ്യാഖ്യാനിച്ചില്ലേ? സോറി ഡാഡ്, ഇനി തമാശയ്ക്ക് പോലും ഞാൻ കള്ളം പറയില്ല. വെരി നൈസ് ഗേൾ. പപ്പയുടെ മകൾ ഇനി കള്ളം പറയരുത് കേട്ടോ. തമാശക്കായാലും ഒരു കള്ളം പോലും പറയാത്ത എന്റെ പപ്പ.
എത്ര സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഈ കേസ് എല്ലാം തകർത്തു. Numbers and boom. I don't think they should have been penalised, although it was great rugby. Even so, another opportunity. Short to Jeff. പപ്പ, ആ ടിവിയുടെ സൗണ്ട് ഇത്തിരി കുറച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചോദിക്കുമോളെ? പപ്പ, ഒരാളുടെ ജീവിതത്തില് ഏറ്റവും സുരക്ഷിതമായ ഇടം ഏതാണെന്നറിയാമോ? മോളിങ് വാ, എവിടെ ഇരിക്കേ? അതിന്റെ ഉത്തരം മോളുടെ അമ്മ പറയും. അമ്മയുടെ ഗർഭപാത്രമാണ് മോളെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം. ഉത്തരം കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം പപ്പയോടാണ്. ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള ഇടം ഏതാണ്? യാതൊരു സംശയവും വേണ്ട, കുടുംബം തന്നെ. പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും വീർപ്പുണ്ട് അനുഭവിക്കുന്ന ഇടവും കുടുംബം തന്നെയാണ്. പപ്പയുടെ ഫിലോസഫി കേൾക്കാൻ വേണ്ടിയിട്ടാ മരി ഇതൊക്കെ ചോദിക്കുന്നത്. കടമനിട്ടയുടെ ശാന്തിയിൽ പറയുന്ന പോലെ എവിടെ പോയാലും ഉള്ളിൽ നിന്ന് തിരികെ വിളിക്കുന്ന ഒരു കുടുംബമാണ് മലയാളിയുടെ പ്രത്യേകത. പക്ഷേ അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയാൽ എന്താ മോസേ നീണ്ടൊരു മൗനം? അപ്പൂസ് ഇല്ലാത്തോണ്ട് ഒരു രസവും തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? അപ്പൂസ് ഭയങ്കര ശല്യമാന്നല്ലേ നീ പറയാറുള്ളത്? ശല്യൊക്കെ തന്നെ, എങ്കിലും അവനില്ലാതെ വന്നപ്പോ മനസ്സിനൊരു വിഷമം. എന്നത് ഉടനെ മാറും. അപ്പൂസ് നാളെ ഇങ്ങ് വരില്ലേ? സന്തോഷമായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, പപ്പ ഇങ്ങനെ വിഷമിക്കരുത്. ഈ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോളെ കരയാതെ. നടന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ പപ്പയ്ക്ക് നീയും കഴിയുന്നില്ല. എന്റെ പപ്പ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കും അമ്മയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ
ഈ ഇരിപ്പ് കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല പപ്പ. പപ്പ ഇങ്ങനെ തകർന്നു പോയാ ഞങ്ങളുടെ സങ്കടം ആരോട് പറയും? എല്ലാം മറക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പെട്ടെന്നതിന് കഴിയുമോ? ഹൃദയം തകർന്നവർക്ക് ദൈവം സമീപസ്ഥനാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടില്ലേ? ശരി തന്നെ. ഞാൻ എന്നെ ദുഃഖിക്കാൻ പാടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവം നീതിമാനാണല്ലോ. കമോൺ പപ്പ, എഴുന്നേറ്റൊന്ന് കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാനും അമ്മയും കൂടി ചപ്പാത്തിയും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട പരിപ്പ് കറിയും വെക്കാം. ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ചെല്ല് പപ്പ. ശരി മോളെ. അമ്മൂസേ, എന്തിനാ നീ ചിരിക്കുന്നേ? ഓ, എനിക്കിനി ചിരിക്കാൻ വയ്യേ. ഞാനിപ്പോ ചിരിച്ച് ചാവേ. ചിരിച്ച് ചിരിച്ച് എനിക്ക് ശ്വാസം മുട്ടുക. അമ്മൂസേ, സസ്പെൻസ് ഇടാതെ കാര്യം പറ. അതെ, നമ്മുടെ അപ്പൂസിന്റെ അവസ്ഥ ഓർത്ത് ചിരിച്ചു പോയതാ ഞാൻ. അപ്പൂസിന് എന്തു പറ്റി? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ആ പ്യൂണിന്റെ മക്കള് രണ്ടും ചേർന്ന് ഇതിനകം അപ്പൂസിന്റെ എല്ല് മുഴുവനും ഒടിച്ച് നുറുക്കി കളഞ്ഞു കാണും. അതോർത്തിട്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. എന്റെ അമ്മച്ചിയെ എന്നെ സമ്മതിക്കണം. ഞാന് ഭയങ്കര സംഭവാ. എടാ, നീ സംസാരിക്കില്ലല്ലേടാ. നീ നോക്കിക്കോ, ഞാനിപ്പോ വരാം. നീ സംസാരിക്കുന്ന പാവയാന്ന് പറഞ്ഞ ആ കള്ള ലാടന്മാര് ഞങ്ങളെ പറ്റിച്ചത്. എന്ത് ചോദിച്ചിട്ടും നീ ഉത്തരം പറയുന്നില്ലല്ലോ. അഞ്ജു, കിടത്താടി. നിന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സംസാരിക്കണം, സംസാരിക്കണം, സംസാരിക്കണം. അയ്യോ, എന്നെ തല്ലരുതെന്ന് ഞാൻ ഇവന്മാരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എനിക്ക് ഇവരോട് സംസാരിക്കാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ലല്ലോ. എന്നോട് കളിച്ച സംസാരിക്കണം. നീ മിണ്ടുകയിലെന്ന് വാശിയാണോ? അന്നാ നിന്നെ സംസാരിപ്പിച്ചിട്ട് തന്നെ കാര്യം. സംസാരിക്കടാ. എന്റെ കഴുത്തൊന്ന് വിട്, ഞാൻ ചത്തുപോകും. എന്റെ ദൈവമേ, ആ പ്രഭുവിനെയും ഫ്രാൻസിസ് ചേട്ടനെയും കാണുന്നില്ലല്ലോ. എന്റെ കഴുത്തൊന്ന് വിട്. ഇവിടെയുള്ളവരെല്ലാം വാമനന്റെ ജന്മാന്നാ തോന്നുന്നു. അയ്യോ, അയ്യോ.
അയ്യോ നിന്നെ ഞാൻ ഇന്ന് ചമ്മന്തിയാക്കും. അയ്യോ എനിക്ക് പറയാൻ നിർദ്ദേശം കിട്ടിയിട്ടില്ല. വാ തുറക്കടാ. ഇവരെയൊക്കെ ഭേദം ആ അമ്മൂസ് തന്നെയാ. ഈ കേസ് അന്വേഷണം കഴിയുമ്പോഴേക്കും എന്റെ കേസ് ക്ലോസ് ആകാതിരുന്നാ മതി. അച്ചു, അഞ്ചു, നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ? വേഗം പല്ല് തേച്ച് ഒരുങ്ങി സ്കൂളിൽ പോവാൻ നോക്ക്. ദാ വരുന്ന അമ്മേ. തൽക്കാലം നീ ഇവിടെ കിടന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോ സംസാരിച്ചില്ലെങ്കിൽ നിന്നെ ചവിട്ടിക്കൂട്ടി കിണറ്റിലിടും. നോട്ടം കണ്ടില്ലേ? അസത്ത്. ഞങ്ങള് തിരിച്ചു വരുമ്പോ സംസാരിച്ചില്ലെങ്കിൽ തീരിട്ട് കത്തിച്ച് ചാരാക്കി കളയും. പറഞ്ഞേക്കാം. അയ്യാ എന്റെ ദൈവമേ, ഈ പിള്ളേര് പറഞ്ഞതാ. അതിനുമുമ്പ് ആ ഫ്രാൻസിസ് ചേട്ടനും മറ്റൊന്ന് വന്നാ മതിയായി. അപ്പൂസ് പാവം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? നിങ്ങൾ നല്ല പണിയാ കാണിച്ചത്. സംസാരിക്കുന്ന പാവയാണെന്ന് പറഞ്ഞിട്ട് ഒരു മിണ്ടാപ്രാണി ഇവിടെ തന്നിട്ട് പോയി അല്ലേ? കുട്ടികൾ പഠിച്ച പണി 18 നോക്കിയിട്ടും കമാന്നൊരക്ഷരം ഈ പാവ സംസാരിച്ചിട്ടില്ല. ഒരബദ്ധം പറ്റി, ക്ഷമിക്കണം ചേച്ചി. എന്താ വിളിച്ചേ? ചേച്ചിന്നോ? അല്ല നീത്തി, പാവ മാറിപ്പോയതാ. ഇതിന് പകരം ഞങ്ങൾ വേറൊരു പാവയെ കൊണ്ട് തരാം. അതൊന്നും വേണ്ട. എന്റെ പൈസ തന്നിട്ട് ഈ പണ്ടാരത്തിനെ കൊണ്ടൊന്ന് സ്ഥലം കാലിയാക്ക്. കുട്ടികൾ കുളി കഴിഞ്ഞ് വന്നാൽ ഒന്നുകിൽ ഇതിനെ കിണറ്റിലെറിയും, അല്ലെങ്കിൽ ഇതിനെ തീരിട്ട് കത്തിക്കും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഒടുവിൽ എന്നെ കുറ്റം പറയാൻ വന്നേക്കരുത്. ആ ഒന്ന് നിക്കണേ. ആ പാലടുപ്പത്ത് വെച്ചിരിക്കുക, വാങ്ങി വെച്ചിട്ട് വരാം. ഫ്രാൻസിസ് ചേട്ടാ, എന്നെ കൊലക്ക് കൊടുക്കല്ലേ പ്ലീസ്. ഇപ്പൊ തന്നെ എന്റെ ശരീരം നുറുങ്ങിയിരിക്കുക. നമുക്ക് കിട്ടേണ്ട വിവരങ്ങളൊക്കെ കിട്ടിയടാ. അതെല്ലാം കിട്ടി. ആ പ്യൂണകത്തുണ്ടോ? അയാള് രാവിലെ തന്നെ ഒരുങ്ങി എവിടേക്കോ പോയി. ആ എന്തായി തീരുമാനം? ഇങ്ങന്നേ, ഇതാ നിങ്ങളുടെ പണം. പാവയെ ഞങ്ങൾ കൊണ്ടുപോവാം. ആ വേഗം ആവട്ടെ. കുട്ടികൾ വന്നാ പിടിവലിയാകും. പൊയ്ക്കോ പൊയ്ക്കോ. പാവം അപ്പൂസ്. വാടാ പ്രഭു, വാ നമുക്ക് പോവാം. അപ്പൂസേ എങ്ങനെയുണ്ട്? അതെ, വല്ല പിള്ളേരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ അത്ര വലിയ കഴിവൊന്നും വേണ്ട. അതൊക്കെ ഒരു ഭാഗ്യാ. എന്നെ കളിയാക്കിച്ചിരിക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല. ഞാൻ CID അടി അറിയാമോ? പോറ്റ ചവിട്ട് തന്നാലുണ്ടല്ലോ. നീ ഇങ്ങോട്ട് ചവിട്ടാൻ പാടാ. എന്റെ കൈയും കാലും എന്താ പുളി പറിക്കാൻ പോവോ? ധൈര്യം ഉണ്ടെങ്കിൽ നീ ചവിട്ട്. പോടാ അവിടെ. ഓടി. നീ കുറെ ചവിട്ടും. ആഹാ, നീ ചവിട്ടടാ. ഓടി ഓടി. ആഹാ, നീ ഓടി. അത്രയ്ക്ക് ധൈര്യം ഉണ്ട് നിനക്ക്? ഒറ്റ ചവിട്ട് തന്നാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ഓടി ഓടി. കുറെ കാലം നീ ചവിട്ടാൻ നീ തുടങ്ങിയിട്ട്. ഓടി. പോടാ അവിടെ. നീ ഓടി ഓടുന്നു. പിന്നെ തുടങ്ങിയോ രണ്ടും? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഇവർ എപ്പോഴും ഇങ്ങനെയാണോ മരിയ? എപ്പോഴും ഒന്നുമില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ റെസ്റ്റ് എടുക്കും, അത്ര തന്നെ. ഇവരെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. നല്ല അട്ടി കൊടുത്ത് അടക്കിയിരിക്കണം. ഇവൻ ആളൊരു പാരയാണല്ലോ. ശരിയാ. ഈ പ്രഭു എന്നതേ അവന്റെ വെറും പേരാ, പക്ഷെ ആളൊരു പിച്ചക്കാരനാ. അടിച്ചാൽ നന്നാവുന്ന ടൈപ്പായിരുന്നെങ്കിൽ എന്നെ ഗുണം പിടിച്ചേനെ. ഇവറ്റകളെ അടിച്ച അടിക്കുന്ന വടി വായ തോരാതെ സംസാരിക്കാൻ തുടങ്ങും. അതാണ് പ്രത്യേകത. ആ അതൊക്കെ പോട്ടെ. അപ്പൂസേ, നീ കേസ് അന്വേഷണത്തിന് പോയിട്ട് എന്തായെന്ന് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പിന്നെ ഈ ഫ്രാൻസിസ് ചേട്ടനോട് പറഞ്ഞു തുടങ്ങിയപ്പോ തിടുക്കപ്പെട്ട് വീട്ടിൽ പോവാൻ നിന്നോട് ആരാ പറഞ്ഞത്? മൂത്തവരെ എടാന്ന് വിളിക്കുന്നതാ. ഇത് എവിടുന്ന് പഠിച്ചു? ചേട്ടാ വിളിയടാ. അയ്യോ എന്റെ ചെവിന്ന് വിട് ചേട്ടാ. ചേട്ടാ ചേട്ടാ എന്റെ ചെവിന്ന് വിട് ചേട്ടാ. അയ്യോ ചേട്ടാ. എന്നാ പിടുത്തമായിരുന്നു. എന്റെ പ്രഭു ചേട്ടാ, ഫ്രാൻസിസ് ചേട്ടനോട് എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10,000 പ്രാവശ്യം പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അറിയണമെങ്കിൽ അങ്ങേരോട് എന്ന് ചോദിക്കേ. പ്രഭുചേട്ടാ, കണ്ടോ ചുമ്മാതാണോ അലവലാതി പിള്ളേരെ ഇവന് കൈകാര്യം ചെയ്തത്? എങ്കിലേ ഞാനത് സഹിച്ചു. സഹിക്കാനേ പറ്റൂ. തല്ലുകൊള്ളി. എനിക്കിത് കിട്ടണം. നല്ല മനസ്സ് തോന്നി കേസ് അന്വേഷിക്കാൻ പോയതുകൊണ്ടല്ലേ ഇതെല്ലാം കേൾക്കേണ്ടി വന്നത്. നീ ആരാടാ? CBI ഓഫീസറോ? കണ്ടാലും പറയും.
നീ അത്രയ്ക്ക് അങ്ങ് ഞെളിയണ്ടടി. എന്തായാലും അമ്മൂസിനേക്കാൾ സൗന്ദര്യം എനിക്ക് തന്നെയാ, അല്ലേ? ഓ പിന്നെ മിസ്റ്റർ കേരളയാണെന്ന വിചാരം. കൊരങ്ങൻ. നിന്റെ കാറ്റ് വാക്കിംഗ് കണ്ട മിസ് ഇന്ത്യ ആണെന്ന് പറയും. മുഖത്ത് നോക്കിയാ പിന്നെ കാക്ക വെള്ളം കുടിക്കില്ല. ഒന്ന് പോടി അവിടുന്ന്. അല്ല പിന്നെ രണ്ടുപേരും വിട്ടുകൊടുക്കുന്ന ഭാവമില്ലല്ലോ മരിയ. മതി മതി, ഇനിയും തുടർന്ന രണ്ടിന്റെയും സംസാരശേഷി ഞാൻ തിരിച്ചു. അയ്യോ നീ പോടി, നീ എല്ലാത്തിനും കാരണം. പിന്നെ ഞാനെന്ത് പറഞ്ഞു എന്നാ? വെറുതെ നുണ പറയല്ലേ അപ്പൂസേ? ഫ്രാൻസിസ് ചേട്ടൻ മരിയോടൊന്നും പറഞ്ഞില്ലേ? ആ പറഞ്ഞു, ആ പ്യൂണല്ല കുറ്റക്കാരനെന്ന്. പിന്നെ ആരാണ്? അത് ഇനിയും വ്യക്തമായിട്ടില്ല. പ്യൂണിന്റെ കയ്യിലിരുന്ന താക്കോൽ കൊണ്ടല്ല പൂട്ട് തുറന്നത്, വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ കൊണ്ടാണത്രേ. അതെങ്ങനെ മനസ്സിലായി? നിന്റെ പൊപ്പയുടെ കാണാതായ താക്കോൽ കൊണ്ടായിക്കൂടെ ബാങ്ക് തുറന്നത്? അപ്പോ അത് നീ അറിഞ്ഞില്ലേ? എന്ത്? പപ്പയുടെ താക്കോൽ ഓഫീസിൽ നിന്ന് തന്നെ കിട്ടി. അത് കള്ളന്മാർ ബാങ്ക് തുറന്ന ശേഷം അവിടെ തന്നെ തിരികെ വെച്ചതായിക്കൂടെ? അതൊന്നും നടന്നിട്ടില്ല. കാരണം ആ താക്കോലിൽ പപ്പയുടെ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ. കള്ളന്മാർ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് താക്കോൽ ഉപയോഗിച്ചതെങ്കിലോ? എങ്കിൽ പപ്പയുടെ ഫിംഗർ പ്രിന്റ് മായാനോ മങ്ങാനോ സാധ്യതയുണ്ട്. എന്നാൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താ? പപ്പ തന്നെയാണ് പണം മോഷ്ടിച്ചതെന്ന് വേണമെങ്കിൽ പോലീസിന് പറയാം. അങ്ങനെ വന്നാൽ അന്നേ ദിവസം പപ്പ വീട്ടിലുണ്ടായിരുന്നുവെന്ന് കോടതിയിൽ തെളിയിക്കേണ്ടി വരും. ശരിയാണ്. പക്ഷേ മൂന്നാമതൊരു സെറ്റ് താക്കോല് തൂപ്പുകാരിയുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചായിക്കൂടെ പൂട്ട് തുറന്നത്? അത് തന്നെയല്ലേ ഞാൻ ഫ്രാൻസിസ് ചേട്ടനോട് പറഞ്ഞത്. എല്ലാം ശരിയാവും മരിയ. അമ്മു സാധ്യമായ ഒരു നല്ല കാര്യം പറഞ്ഞു. എപ്പോഴും നല്ല കാര്യം പറയണമെന്നാ എന്റെ ആഗ്രഹം. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. മരിയ ദുഃഖിച്ചിരുന്നപ്പോ മരിയെ രസിപ്പിക്കാനാ ഞങ്ങൾ അടി കൂടുന്നത് പോലെ അഭിനയിച്ചത്. ശരിയാ പറഞ്ഞത്. അമ്പടി കേമി. പിന്നെ ഇപ്പോഴെന്താ ഒരു മാനസാന്തരം? മരിയുടെ എല്ലാ ദുഃഖങ്ങളും മാറിയെന്നാണോ? അതൊന്നും അല്ല കാര്യം. നിങ്ങള് ഞങ്ങളുടെ സംസാരശേഷി എടുത്തു മാറ്റൂന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞങ്ങള് പേടിച്ചു പോയി. ഞങ്ങളൊരു ശല്യമായതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. സോറി മരിയ, ഇനി ഞങ്ങള് നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല. ഇതെന്താ നിങ്ങളും ഞങ്ങളും എന്നൊക്കെ പറയുന്നത്? ഇനി വിഷമിക്കണ്ട, നിങ്ങളുടെ സംസാരശേഷി ഞാൻ മാറ്റുന്നില്ല. പോരെ? അത് മതി, അത് മതി. നന്നായി. നന്ദിയുണ്ട് മരിയ. താങ്ക് യു മരിയ, താങ്ക് യു. പിന്നെ പ്രഭുചേട്ടാ, തുറന്നു പറഞ്ഞാൽ ആ പ്യൂണല്ല ബാങ്ക് കവർച്ച നടത്തിയത്, ഒരു സ്ത്രീയാ. സ്ത്രീയോ? അതെ, അതേന്ന്